കാട്ടിലുള്ള ആ കിണറിന്റെ ഭംഗി എല്ലാരെയും ആകർഷിക്കുന്നതായിരുന്നു. സത്യസന്ധമായ ഹൃദയം കേൾക്കുന്നത് ഉടനെ അംഗീകരിക്കപ്പെടുന്നു. രാജുവിന്റെ നല്ല പ്രാർത്ഥന കൊണ്ട് കുഞ്ഞമ്മ നടക്കാൻ തുടങ്ങി. പാടത്ത് വീണ്ടും പച്ചിമ നിറഞ്ഞു. എല്ലാവർക്കും നല്ല കാലം ഉണ്ടായി. എല്ലാരും ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ സന്തോഷം വീട് തേടി വരും. ഒത്തൊരുമയ്ക്കുള്ള ഈ പാഠം എല്ലാവർക്കും വഴി കാണിക്കുന്നതാണ്. ഗ്രാമത്തിൽ വെളിച്ചമായ ഒരു പ്രകാശം കാണപ്പെട്ടു. പക്ഷികളും ഒച്ചവെക്കുകയാണ്. ജനങ്ങൾക്ക് അവരുടെ ദിവസം തുടങ്ങുകയാണ്. പിന്നെ നാലു ചുറ്റിലും തിരക്ക് പിടിച്ചതായിരുന്നു. രാജു തന്റെ കൂട്ടുകാരായ ബോല മറ്റുള്ള കുട്ടികളോടൊപ്പം ഓടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ തന്റെ കൂട്ടുകാരോടൊപ്പം നന്നായി കളിച്ച് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു സമയത്തിന് ശേഷം അവൻ ശോഷിച്ചു പോയി. പിന്നെ ശ്വാസം മുട്ടുന്നത് കൊണ്ട് ഒരു മരത്തിനടിയിൽ അവൻ ചെന്നിരുന്നു. അതേ മരത്തിന്റെ ചുവട്ടിൽ ഒരു വയസ്സായ മുത്തച്ഛൻ ഇരിക്കുകയായിരുന്നു. രാജു അദ്ദേഹത്തെ മുൻപേ ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ട്. പിന്നെ ഇന്ന് അദ്ദേഹത്തോട് സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. മുത്തച്ഛാ, നിങ്ങൾ എന്തിനാണ് എപ്പോഴും ഈ പഴയ മരത്തിനടിയിൽ ഇരിക്കുന്നത്? നിങ്ങൾക്ക് ബോറടിക്കുന്നില്ലേ? ഇല്ല മോനെ, ഈ ഗ്രാമത്തിന്റെ സ്ഥലത്ത് ഒരുപാട് കഥകൾ മറിഞ്ഞിട്ടുണ്ട്. ഞാൻ ആ കഥകളെയാണ് ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് അവിടേക്ക് ബോലും വന്നത്. പിന്നെ അവൻ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്നു. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു കഥ പറഞ്ഞു തരാമല്ലോ? എന്തെങ്കിലും മാന്ത്രിക കഥ? മാന്ത്രികമോ? മാന്ത്രികം നമ്മളുടെ ഗ്രാമത്തിലുള്ള പഴയ കിണറിലാണ് ഉള്ളത്. അത് കാടിൻ്റെ അകത്താണ് ഉള്ളത്. അവിടെ ആരും പോകുന്നേ ഇല്ല. ആൾക്കാർ പറയുന്നുണ്ട് ആ കിണർ സംസാരിക്കുമെന്ന്. രാജുവും ബോലയും ഇത് കേട്ടതും ഒരുപാട് സന്തോഷിച്ചു. എന്ത് നേരാണോ? എന്നാ രാജു, തീർച്ചയായും നമ്മൾ അവിടേക്ക് പോകണം. ശരി, പോകാം. വളരെ നന്നായിരിക്കും. പക്ഷേ ശ്രദ്ധിക്കണം കുട്ടികളെ, ഒറ്റയ്ക്ക് പോയില്ലേ? ആ കാട്ടിൽ ഒരുപാട് ആപത്തുണ്ട്. പിന്നെ അവിടെ കാട്ടുമൃഗങ്ങളും ഉണ്ടാവും. രാജുവും ബോലയും ശരിയെന്ന് സമ്മതിച്ചു. എന്നിട്ട് അവിടെ നിന്നും അവർ പോയി. കുറച്ചു സമയത്തിന് ശേഷം രാജുവും ബോലയും ആ മുത്തച്ഛൻ പറഞ്ഞത് വലുതായി കൂട്ടാക്കാതെ കാട്ടിലേക്ക് നടന്നു. അവർ വലിയ മരങ്ങൾക്കിടയിലുള്ള ആ കാട്ടിനകത്തേക്ക് നടന്നു ചെന്നു. രണ്ടുപേരും ആ വലിയ കാട്ടിനകത്ത് ചെന്ന് ആ മാന്ത്രിക കിണർ കണ്ടുപിടിക്കാനായി അവർ ശ്രമിച്ചു. പക്ഷെ അവർക്കത് എവിടെയും കിട്ടിയില്ല. രാജു, നമ്മൾ തിരിച്ചു പോകാമെന്ന് എനിക്ക് തോന്നുന്നു. കാട്ടിനകത്ത് തനിച്ചു പോകാൻ പാടില്ല. നീ വെറുതെ പേടിക്കല്ലേ പോലെ. ആ മുത്തച്ഛൻ എന്താ പറഞ്ഞത്? അതൊരു മാന്ത്രിക കിണറാണെന്നല്ലേ? ചിന്തിച്ചു നോക്ക്, അത് ശരിക്കും സംസാരിച്ചാൽ എത്ര നന്നായിരിക്കും. രാജു ബോലയുടെ കയ്യിൽ പിടിച്ചു. എന്നിട്ട് അവനെ വിളിച്ചുകൊണ്ട് കാട്ടിനകത്തേക്ക് പോകാൻ തുടങ്ങി. കുറച്ചു സമയത്തിന് ശേഷം മരങ്ങൾക്കിടയിൽ മറഞ്ഞിരുന്ന ഒരു കിണർ അവർ കണ്ടു. അവർക്കുടനെ സന്തോഷമായി. അവർ വേഗം ആ കിണറിനെ നോക്കി ഓടിച്ചെന്നു. പിന്നെ ആകാംക്ഷയോടെ ആ കിണറിനെ ചുറ്റി ചുറ്റി നടന്നു. രാജു ആ കിണറിനെ കുനിഞ്ഞ് അകത്തേക്ക് നോക്കി. വെള്ളം വളരെ വൃത്തിയുള്ളതായി കാണപ്പെട്ടു. അതിലൊരു കയറുമില്ല, ബക്കറ്റുമില്ല. വെള്ളം കോരിയെടുക്കാനായി രാജുവും ബോലയും കിണറിലെ വെള്ളത്തിൽ അവരുടെ മുഖം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കിണറിലെ വെള്ളത്തിനടിയിൽ നിന്നും ഒരു ചെറിയ ശബ്ദം കേട്ടത്. കൊച്ചു കുട്ടികളെ, ഇവിടെ എന്തെടുക്കാൻ വന്നിരിക്കുന്നു? നിങ്ങൾക്ക് ദാഹമായിട്ടിരിക്കുന്നോ? രാജുവും ബോലയും അതിശയിച്ചു പോയി. എന്നിട്ട് കുറച്ചു പുറകിലോട്ട് നീങ്ങി. രാജു വീണ്ടും ധൈര്യം വരുത്തിക്കൊണ്ട് ഉത്തരം പറയാനായി അവൻ ശ്രമിച്ചു. നിങ്ങൾ ശരിക്കും സംസാരിക്കുമോ? അങ്ങനെയാണെങ്കിൽ ആ മുത്തച്ഛൻ പറഞ്ഞത് സത്യം. ആരുടെ മനസ്സാണ് ശുദ്ധമായിട്ടിരിക്കുന്നത് അദ്ദേഹത്തിനാണ് ഞാൻ ഉത്തരം പറയും. പറയൂ രാജു, നിനക്ക് എന്താ വേണ്ടത്? രാജുവും ബോലയും മാറി മാറി നോക്കി. അവരുടെ കണ്ണിൽ ഒരു കുഴപ്പം ഉണ്ടായിരുന്നു. വൈകുന്നേരം സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങി. രാജു തന്റെ വീട്ടിൽ കട്ടിലിൽ ശാന്തനായി ഇരിക്കുകയായിരുന്നു. അവന്റെ കയ്യിൽ പുസ്തകം തുറന്നു വെച്ചിരുന്നു. അവൻ പഠിക്കാനായി ശ്രമിക്കുകയായിരുന്നു. പക്ഷെ അവന്റെ മുഖം എവിടെയോ എന്തോ കളഞ്ഞതുപോലെയായിരുന്നു. രാജുവിന്റെ അച്ഛൻ ഇത് ശ്രദ്ധിച്ചു. എന്നിട്ട് അവനോട് ചോദിച്ചു, രാജു, ഇന്ന് ഒരുപാട് നീ ശാന്തമായിരിക്കുന്നു. എന്താ കാര്യം? കളിയിൽ തോറ്റുപോയോ എന്തോ? ഞാൻ എന്ത് ചിന്തിക്കുകയായിരുന്നെന്നാൽ, നമുക്ക് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ നമ്മൾ അത് ചോദിക്കണോ അല്ലെങ്കിൽ നമ്മൾ അധ്വാനിക്കണോ? കഷ്ടപ്പെട്ട് ഉழைക്കുന്നത് ആവശ്യമാണ് മോനെ. പക്ഷേ നമ്മളുടെ വിശ്വാസം കണ്ട് ദൈവം എപ്പോഴെങ്കിലും നമുക്ക് ബഹുമാനവും തന്നേക്കും. പക്ഷേ എപ്പോഴും അത്യാഗ്രഹം പെടാൻ പാടില്ല. രാജു തലയാട്ടി. പിന്നെ രാവിലെ കിണറിൽ നിന്നും കേട്ട ശബ്ദം ഓർത്തെടുത്തു. പക്ഷെ ഒരു ആഗ്രഹവും അവൻ അവിടെ ചോദിച്ചില്ല.
രാത്രി ചന്ദ്രന്റെ വെളിച്ചത്തിൽ ആ കിണർ തിളങ്ങിക്കൊണ്ടിരുന്നു. കാട് വളരെ ശാന്തമായി ആരുമില്ലാതെ കാണപ്പെട്ടു. അതിനിടയ്ക്ക് രാജു അവിടേക്ക് തനിച്ച് നടന്നു വന്നു. അവൻ ആ കിണറിനടുത്തേക്ക് ചെന്നു. ആ കിണറിന്റെ കരയിൽ നിൽക്കുകയായിരുന്നു. പിന്നെ കുറച്ചു സമയത്തിനകം വീണ്ടും ആ കിണർ സംസാരിക്കാൻ തുടങ്ങി. നീ വീണ്ടും വന്നിട്ടുണ്ടോ? നിനക്ക് എന്താ വേണ്ടതെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? സ്വർണമോ വെള്ളിയോ അല്ലെങ്കിൽ വിലയുയർന്ന സാധനങ്ങളോ? ഇല്ല കിണർ മഹാരാജാവേ, എന്റെ ഫ്രണ്ട് ബോലുവിന്റെ അമ്മയ്ക്ക് ഒട്ടും സുഖമില്ല. അവർക്ക് നടക്കാൻ പറ്റില്ല. നിനക്കവരെ ശരിയാക്കാൻ പറ്റുമോ? കുറച്ചു സമയം വരെ കിണർ മിണ്ടാതെയിരുന്നു. അപ്പോൾ രാജു കരുതി ഇനി നമുക്കൊരു മറുപടിയും കിട്ടില്ല എന്ന്. അവൻ തിരിഞ്ഞു പോകാനൊരുങ്ങി. അപ്പോഴാണ് ഒരു അതിശയമുണ്ടായത്. കിണറിനകത്തു നിന്നും ഒരു മൺപാന കാറ്റത്ത് പറന്ന് മുകളിലേക്ക് വന്നു. ആ ക്ഷണം വളരെ അതിശയകരമായിരുന്നു. രാജുവിന് തന്റെ കണ്ണുകളെ തന്നെ വിശ്വസിക്കാനായില്ല. ഈ വെള്ളത്തിനെ എടുത്തിട്ട് അദ്ദേഹത്തിന് തന്നേക്ക്. നിന്റെ നേർമയുള്ള ഗുണം എന്നെ വളരെ സന്തോഷിച്ചു. നീ നിനക്ക് വേണ്ടി ഏതും ചോദിച്ചിട്ടില്ല. രാജു ആ പാന എടുത്തു. എന്നിട്ട് അതിനകത്തേക്ക് നോക്കിയപ്പോൾ അതിലെ വെള്ളം വളരെ സാധാരണമായിരുന്നു. പക്ഷെ ആ കിണർ പറയുന്നത് അവൻ ശരിക്കും വിശ്വസിച്ചു തുടങ്ങിയിരുന്നു. അടുത്ത ദിവസം രാവിലെ ബോല തന്റെ വീട്ടിൽ തന്റെ അമ്മയുടെ കാലുകൾക്ക് എക്സസൈസ് കൊടുക്കുകയായിരുന്നു. അവന്റെ അമ്മ കട്ടിലിൽ കിടക്കുകയായിരുന്നു. അവർക്ക് അനങ്ങാൻ പോലും പറ്റിയില്ല. അപ്പോഴാണ് രാജു അതേ പാനയോടൊപ്പം അവിടേക്ക് വന്നത്. തലേന്ന് രാത്രി കിട്ടിയ പാനയോടെ. രാജു, നീ ഇവിടെ? അതെ, കുഞ്ഞമ്മയെ കാണാൻ വേണ്ടി വന്നതാണ്. സുഖമാണോ കുഞ്ഞമ്മേ? എനിക്ക് സുഖം മോനെ. നിനക്ക് സുഖമാണോ? എനിക്ക് സുഖം കുഞ്ഞമ്മേ. നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് കൊണ്ടുവന്നു. ഇതെന്താണ് മോനെ? ഇങ്ങനെ കരുതിക്കോളൂ, ഇതൊരു മരുന്നാണെന്ന്. ഇത് നിങ്ങൾ കുടിച്ചു നോക്കൂ. ഇത് നിങ്ങൾക്ക് വളരെ നന്നായിരിക്കും. വിമല ചിരിച്ചു. എന്നിട്ട് അവർ അത് കയ്യിൽ വാങ്ങി. ബോല അവരെ സഹായിച്ചു. അവർക്ക് ആ വെള്ളം കുടിക്കാൻ കൊടുത്തു. വെള്ളം കുടിച്ചു കഴിഞ്ഞതും ബോലു ആ പാന തറയിൽ വെച്ചു. രാജു മോനെ, ഈ വെള്ളം സാധാരണ വെള്ളം പോലെയാണോ ഉള്ളത്? നീ ഇതിൽ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടായിരുന്നോ മോനെ? അങ്ങനെയാണെന്ന് കരുതിക്കോളൂ. ശരി, എന്നാൽ ഞാൻ പോകട്ടെ. രാജു ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്നും പുറപ്പെട്ടു പോയി. പിന്നെ അന്നു മുതൽ വിമലയ്ക്ക് പതുക്കെ പതുക്കെ തന്റെ കാലിന്റെ ശേഷി തിരികെ കിട്ടി. തുടക്കത്തിൽ അവരുടെ കാലുകൾക്ക് ഒരു ചെറിയ അനക്കം അവർക്ക് തോന്നി തുടങ്ങി. ഇപ്പോൾ അവർക്ക് അവരുടെ കാലുകൾ തന്നെ അനക്കാൻ കഴിഞ്ഞു. ബോല അവരെ ദിവസവും സഹായിച്ചു. അവർക്ക് എക്സസൈസ് ചെയ്യിപ്പിച്ചു. ദിവസങ്ങൾ കടക്കും തോറും അവർ വീണ്ടും നന്നായി ഫീൽ ചെയ്തു. പിന്നെ അങ്ങനെ ഒരു ദിവസം വന്നു. അവർ എണീറ്റ് നിൽക്കാൻ ശ്രമിച്ചു. ഒരു ക്ഷണം അവരൊന്ന് ഇടറി. പക്ഷെ അവർ തന്നെ ബാലൻസ് ചെയ്തു. എന്നിട്ട് തന്റെ കാൽ അവർ മുന്നിലോട്ട് പതുക്കെ എടുത്തു വെച്ചു. പിന്നെ ഒരു ദിവസം രാജു തന്റെ വീട്ടിൽ പുസ്തകം വെച്ച് പഠിക്കുകയായിരുന്നു. അപ്പോഴാണ് ബോല തന്റെ അമ്മ വിമലയെ വിളിച്ചുകൊണ്ട് അവിടേക്ക് വന്നത്. വിമല അടുത്തേക്ക് വന്നു. എന്നിട്ട് രാജുവിനെ കെട്ടിപ്പിടിച്ചു. മോനെ, നിനക്കെങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയുന്നില്ല മോനെ. കുഞ്ഞമ്മേ, ഇതെന്റെ കടമയാണ്. ഞാനും നിങ്ങൾക്കൊരു മകനെ പോലെയല്ലേ. 3 പേരും ആ സന്തോഷം ഒന്നിച്ച് അനുഭവിക്കുകയായിരുന്നു. അവർക്ക് ഒരുപാട് സന്തോഷം തോന്നി. അപ്പോഴാണ് തൊട്ടടുത്ത ഗ്രാമത്തിൽ നിന്നും ഒരു അറിയിപ്പ് കേൾക്കാൻ തുടങ്ങിയത്. ഗ്രാമത്തിലുള്ളവരെല്ലാം മരത്തിനടിയിൽ ഒന്നിച്ചുകൂടി. നേതാവ് ആ മരത്തിനടിയിൽ ഇരിക്കുകയായിരുന്നു. രാജു, ബോല, വിമല എല്ലാരും അവിടേക്ക് വന്നു. അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ ശ്രമിക്കുകയാണ്. നമ്മളുടെ ഗ്രാമത്തിലെ വെള്ള പ്രശ്നം ഒരുപാട് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ 2 ദിവസത്തിൽ വെള്ളം വന്നിട്ടില്ലെങ്കിൽ നമ്മളുടെ കൃഷിയൊക്കെ നശിച്ചു പോകും. നേതാവേ, എനിക്ക് ആ മാന്ത്രിക കിണറിനോട് സഹായം ചോദിക്കാനാകും. അതിന് വളരെ നല്ല മനസ്സാണ്. എല്ലാരും വളരെ അതിശയത്തോടെ നോക്കി. ആർക്കും ആ മാന്ത്രിക കിണറിനെ കുറിച്ച് ഒന്നും തന്നെ അറിയില്ലായിരുന്നു. അപ്പോഴാണ് ആ മുത്തച്ഛൻ അവിടേക്ക് വന്നത്. ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹമാണ്. രാജു പറയുന്നത് നേരാണ്. പക്ഷെ ആ കിണർ സമ്മതിക്കണമെങ്കിൽ ഗ്രാമത്തിലുള്ള എല്ലാവരും ചേർന്ന് പ്രാർത്ഥന ചെയ്യണം. അങ്ങനെയൊക്കെ നടക്കുമോ? ഇതെല്ലാം വെറും കട്ടുകഥയാണ്. അതെ, വേറെന്താണ്? നമ്മൾ ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെയല്ല, രാജു ആ കിണറിൽ നിന്ന് എനിക്ക് മാന്ത്രിക വെള്ളം കൊണ്ടുവന്നു. ദേ നോക്കൂ, അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് വീണ്ടും നടക്കാൻ കഴിഞ്ഞത്. നേതാവേ, ഗ്രാമത്തിലെ വെള്ള പ്രശ്നം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഏതൊരു കാര്യവും ചെയ്യാതിരിക്കാൻ നമ്മൾ ഇത് ശ്രമിച്ചു നോക്കാമല്ലേ? നേതാവ് കുറച്ചു സമയം ആലോചിച്ചു.
അതിനുശേഷം അദ്ദേഹം സമ്മതിച്ചു. ഗ്രാമത്തിലെ ജനങ്ങളും സമ്മതിച്ചു. പിന്നെ അവരുടെ നന്മയ്ക്ക് വേണ്ടി അവിടെ പോയി പ്രാർത്ഥിക്കാമെന്ന് എല്ലാവരും തീരുമാനിച്ചു. പിന്നെ അടുത്ത ദിവസം ഗ്രാമം മുഴുവൻ ഒന്നിച്ചുകൂടി ആ കിണറിനടുത്തേക്ക് ചെന്നു. നേതാവ് രാജുവിനോടൊപ്പം ചേർന്ന് കിണറിനെ പൂജ ചെയ്തു. കിണർ വളരെ ശാന്തമായിരുന്നു. രാജു മുന്നിലോട്ട് ചെന്നു. വീണ്ടും ആ കിണറിനെ താഴെ കുനിഞ്ഞു നോക്കാൻ തുടങ്ങി. ഹേ മാന്ത്രിക കിണറെ, ഞങ്ങളുടെ ഗ്രാമത്തിന് പ്രശ്നം വന്നിരിക്കുന്നു. ഞങ്ങൾക്ക് സ്വർണം വെള്ളിയൊന്നും വേണ്ട. ഞങ്ങളുടെ കൃഷിക്ക് ഞങ്ങൾക്ക് വെള്ളം വേണം. ദയവ് ചെയ്ത് ഞങ്ങളെ സഹായിക്കൂ. സഹായിക്കണേ. കിണർ അനങ്ങാൻ തുടങ്ങി. ഭൂമിയും കുലുങ്ങാൻ തുടങ്ങി. ജനങ്ങൾ പേടിച്ച് ഇങ്ങോട്ടും അങ്ങോട്ടും ഓടാൻ തുടങ്ങി. കുറച്ചു സമയത്തിനകം എല്ലാം ശാന്തമായി. ഒന്നും തന്നെ നടന്നില്ല. ഗ്രാമത്തിലെ ജനങ്ങൾ എന്ത് കരുതിയെന്നാൽ മുത്തച്ഛനും രാജുവും ഈ കിണറിനെ കുറിച്ച് വെറുതെ പറഞ്ഞതാണെന്ന് കരുതി. പിന്നെ ജനങ്ങൾ അവിടെ നിന്നും പോകാനൊരുങ്ങി. തലവൻ സാറേ, ഇനിയും കുറച്ച് സമയം കാത്തിരിക്കൂ. നമ്മൾ നമ്മളുടെ ഗ്രാമത്തിന്റെ നല്ലതിന് വേണ്ടി സഹായം ചോദിച്ചു. നമ്മൾ ആരെയും മോശം ചെയ്തിട്ടില്ല. എല്ലാരും അവിടെ നിന്നും പോയി. പിന്നെ അവസാനം രാജു, ബോല, വിമല, പിന്നെ ആ മുത്തച്ഛൻ മാത്രം നിൽക്കുകയായിരുന്നു. വിഷമിക്കേണ്ട രാജു, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കിണർ എന്താണൊന്നും ചെയ്യാത്തതെന്ന് ആർക്കും മനസ്സിലായില്ല. അതിനെക്കുറിച്ച് അവർ ചിന്തിക്കാൻ തുടങ്ങി. കുറച്ചു സമയത്തിനകം ആകാശത്തു നിന്നും ഒരു തുള്ളി വെള്ളം താഴേക്ക് വീണു. രാജു മുകളിലോട്ട് നോക്കി. അപ്പോഴാണ് ചെറുതായി മഴ പെയ്യാൻ തുടങ്ങിയത്. പിന്നെ പതുക്കെ പതുക്കെ അത് വലിയ മഴയായി മാറി. പിന്നെ വീണ്ടും ആ കിണർ സംസാരിക്കാൻ തുടങ്ങി. നന്ദൻപൂരിലെ ജനങ്ങളെ, ഒற்றுമയിലാണ് ശക്തിയുള്ളത്. ഇതുവരെ നിങ്ങൾ എല്ലാം മാറി മാറി സഹായിക്കുന്നോ, അതുവരെ ഈ വെള്ളം കുറഞ്ഞിട്ടില്ല. രാജുവിന്റെ മുഖത്ത് വിജയത്തിനുള്ള സന്തോഷം കാണപ്പെട്ടു. മറ്റൊരു വശത്തെ ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം മഴ കണ്ട് ഒരുപാട് സന്തോഷിച്ചു. എങ്ങനെയായിരുന്നാൽ ഒരുപാട് വർഷങ്ങളായി അവർ പ്രതീക്ഷിച്ചത് ഇന്ന് കിട്ടിയതായി തോന്നി. ജനങ്ങൾ അവരുടെ പാടത്തിലേക്ക് ഓടാൻ തുടങ്ങി. പിന്നെ വെള്ളത്തിനു വേണ്ടി വരപ്പ് വെട്ടാൻ തുടങ്ങി. സ്ത്രീകളെല്ലാം വീട്ടിലുള്ള പാത്രമെടുത്ത് വെള്ളം നിറയ്ക്കാൻ ഒരുങ്ങി. പതുക്കെ പതുക്കെ ഗ്രാമത്തിലെ കുളം നിറയാൻ തുടങ്ങിയിരുന്നു. ഇതോടെ രാജു, ബോല, വിമല, പിന്നെ ആ മുത്തച്ഛൻ കാട്ടിൽ നിന്നും വീട്ടിലേക്ക് തിരികെ വന്നു. ഞങ്ങളെ ക്ഷമിച്ചേക്കൂ രാജു, ഞങ്ങൾ നിന്നെ തെറ്റായിട്ട് വിചാരിച്ചു. ഇതെല്ലാം നീ കാരണമാണ് നടന്നത്. രാജു, നീ ശരിക്കും ഒരു ഹീറോയാണ്. നീ കാരണമാണ് എല്ലാവർക്കും വെള്ളം കിട്ടിയത്. ഇല്ല നേതാവേ, ഇതിനെല്ലാം കാരണം ഞാനല്ല. നമ്മുടെ ഗ്രാമത്തിന്റെ ഒത്തൊരുമയും പിന്നെ നല്ല മനസ്സുമാണ് കാരണം. പിന്നെ ഞാൻ ഹീറോ അല്ല പോലു. യഥാർത്ഥ മാജിക് നമ്മുടെ ഒത്തൊരുമയിലാണുള്ളത്. നീ പറഞ്ഞത് നേരാണ് മോനെ. മറ്റുള്ളവർക്ക് നല്ലത് നടക്കണമെന്ന് വിചാരിച്ചാൽ അവർക്ക് തീർച്ചയായിട്ടും നല്ലതേ നടക്കുള്ളൂ. ഗ്രാമത്തിലെ ജനങ്ങൾ ആ ക്ഷണം ഒരുപാട് അനുഭവിച്ചു. പിന്നെ അവർ അതിൽ ഒരുപാട് സന്തോഷിച്ചു. കിണർ തന്റെ സ്ഥാനത്ത് ശാന്തമായിരുന്നു. പിന്നെ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് വല്ല ആവശ്യവും വന്നാൽ അവരെ അത് സഹായിക്കും. ഇതോടെ ഈ കഥയും അവസാനിക്കുന്നു.